ആദ്യം പുനരധിവാസവുമായി എത്തുന്നത് ലീഗാണ് എന്ന പ്രത്യേകത കൂടിയുണ്ട്. ഏപ്രിൽ 9-ാം തീയതിയാണ് മുസ്ലിം ലീഗിന്റെ വയനാട് പുനരധിവാസ പദ്ധതി തുടങ്ങുക. ഇത് മുസ്ലിം ലീഗ് മോഡൽ. ഉരുൾ ദുരന്തമുണ്ടായ ആദ്യ മണിക്കൂർ മുതൽ ചൂരൽമല മുണ്ടക്കൈ നിവാസികളെ ചേർത്ത് പിടിക്കാൻ തുടങ്ങിയതാണ് മുസ്ലിം ലീഗ്. സുരക്ഷിതമായി കയറിക്കിടക്കാൻ അവർക്ക് കൂരയൊരുക്കുന്നതിലൂടെ ആ രക്ഷാദൌത്യം മറ്റൊരു നാഴികക്കല്ല് താണ്ടുകയാണ്. 8 സെന്റിൽ 1000 ചതുരശ്രയടി വിസ്തീർണമുള്ള 105 വീടുകളാണ് മുസ്ലിം ലീഗ് ഒരുക്കാൻ പോകുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. സമയബന്ധിതമായി നിർമ്മാണം പൂർത്തിയാക്കാൻ സംവിധാനമുണ്ട്. മുസ്ലിം ലീഗ് കൈവച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കാര്യത്തിൽ മറ്റ് ബുദ്ധിമുട്ടുകളൊന്നുമില്ല. വളരെ പെട്ടെന്ന് കാര്യങ്ങൾ നടപ്പിലാവും എന്നുള്ളതാണ്. എന്തായാലും മാതൃകാപരമാണ്. അപ്പം ദുരന്തത്തിൽ 2 പക്ഷമില്ല, ദുരന്തത്തിൽ ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല, ഒന്നുമില്ല, മനുഷ്യനേ ഉള്ളൂ എന്നുള്ള ആ സന്ദേശവുമായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കർമ്മരംഗത്തുണ്ടാവും. ഈ 105 വീടുകൾ അതുകൊണ്ട് തന്നെ വളരെ വേഗം പൂർത്തിയാവണം. വീണ് കിടക്കുന്നവനെ കൈപിടിച്ച് നെഞ്ചോട് ചേർക്കുന്ന പാരമ്പര്യമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനുള്ളത്. ഇവിടെ വയനാട്ടിലും നമ്മളത് തന്നെ കാഴ്ചവെച്ചിരിക്കുന്നു. ഇതൊരു ഔദാര്യമല്ല, തലമുറകളിലൂടെ കൈമാറി നമ്മളിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള മനുഷ്യ സ്നേഹത്തിന്റെ ഉദാത്ത ഭാവമാണ്. ദുരിതം ബാധിച്ച ആളുകൾക്ക് അവർക്ക് നല്ലൊരു വീട് എന്നുള്ള ഒരു സ്വപ്നത്തിനുണ്ട്. ആ വീടിന്റെ പണി പൂർത്തീകരിച്ച് വരുമ്പോൾ അവർക്ക് 50 ലക്ഷം രൂപയിലുള്ള അസറ്റ് ആയിരിക്കും, അവർക്ക് സ്വത്തായിരിക്കും, അവർക്ക് അതിന് മതിപ്പുണ്ടാവുക എന്നാണ്. പ്രിയപ്പെട്ടവരെ, 64 സെന്റ് സ്ഥലം മേപ്പാടിയിൽ, അവിടെ പുത്തുമലയിൽ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർക്ക് അവർക്ക് ഒരുമിച്ച് അന്തി ഉറങ്ങാനുള്ള സൗകര്യം ഒരുക്കിയ പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ഇത് നമുക്ക് അഭിമാനകരമായ നിമിഷമാണ്. നമുക്ക് ദുരന്തങ്ങൾ പലതും ഉണ്ടാവുമ്പോൾ ഇത്രയേറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിച്ചു. മുസ്ലിം ലീഗ് എന്നുള്ള ഈ ഒരു പ്രസ്ഥാനം ഇത് കേവലം അധികാര രാഷ്ട്രീയത്തിന് വേണ്ടി മാത്രം നിലനിൽക്കുന്ന ഒന്നല്ല. അതിലില്ലാത്ത മേഖലയിൽ നമുക്ക് കീഴടക്കാൻ സാധിക്കും എന്നതിനുള്ള ഉദാഹരണമാണ് ഇന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാൻ സാധിച്ചിരുന്നത്. ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കാൻ റീഹാബിലിറ്റേഷന്റെ പ്രോജക്റ്റിൽ ഒരു മാതൃകയായി ഏത് പ്രോജക്റ്റാണ് പഠിക്കാൻ വേണ്ടി നമുക്ക് നോക്കേണ്ടത് എന്ന് ആരെങ്കിലും തീരുമാനിച്ചാൽ അവർക്ക് വന്ന് കാണാനും പഠിക്കാനും മാതൃകയാക്കാനും കഴിയുന്ന ഒരു റീഹാബിലിറ്റേഷൻ പ്രോജക്റ്റ് ആയിരിക്കും മുസ്ലിം ലീഗിന്റെ ഈ പ്രോജക്റ്റ് എന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാൻ സാധിക്കും. എല്ലാ സംവിധാനമുള്ള ഗവൺമെന്റിനേക്കാൾ വേഗതയിൽ കാര്യങ്ങൾ തീരുമാനിക്കാനും കാര്യങ്ങൾ മുന്നോട്ടു പോകുവാനും ആ പ്രദേശത്തെ ജനങ്ങൾ ആവശ്യപ്പെട്ടത് പ്രകാരം അതേ പഞ്ചായത്തിൽ തന്നെ അവരാഗ്രഹിക്കുന്ന ദൂരത്തിൽ നാട്ടുകാരും ഒത്തു തന്നെ ജീവിക്കാൻ അവസരം കിട്ടണം എന്ന് കഴിഞ്ഞ് അവിടെ സ്വപ്നം പൂവണിയിച്ചു കൊടുക്കാൻ മുസ്ലിം ലീഗിന് സാധിച്ചത് അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹം. രാഷ്ട്രീയത്തിന്റെ സാധാരണ വഴികളിലൂടെ മാത്രമല്ല ലീഗ് സഞ്ചരിക്കുന്നത്. ലീഗ് നിൽക്കുന്നിടം പുതിയ വഴികളാവുകയാണ് എന്നതാണ് മുസ്ലിം ലീഗിന്റെ ചരിത്രം.